നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 41 ആൻഡ് 42 പരീക്ഷയാണ്. അപ്പം എല്ലാവരും പഠിച്ചു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ 2 ദിവസത്തെ പരീക്ഷ ഒരുമിച്ചാണ് ഇന്ന് നടത്തുന്നത്. പഠിച്ചു കാണും എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും ടെസ്റ്റിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ടെൻത്ത് മെയിൻസ് ഡേ 41 ആൻഡ് 42 എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് ഉരു, യാനം, യാനപാത്രം, കടകം. ഉത്തരം എഴുതിക്കോളൂ. രണ്ട്, ചുവടെ തന്നിരിക്കുന്നതിൽ അടയാളം എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്തുക. അഭിജ്ഞാനം, കരരുഹം, പുനർഭവം, വലയം. മൂന്ന്, ചുവടെ തന്നിരിക്കുന്നതിൽ സംശയം എന്ന് അർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. അക്ഷമ, ഏകദാനം, കഴ, ഈശൽ. നാല്, രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏതാണെന്ന് കണ്ടെത്തുക. കഴിഞ്ഞ ദിവസം ചെയ്യാൻ തന്ന ചോദ്യപേപ്പറിലെയാണ്. ഷിൻലേഴ്സ് ലിസ്റ്റ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, ഗ്രാൻഡ് ഇല്യൂഷൻ, കനാൽ. അഞ്ച്, ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത്? കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം, ചുവർ ഭൂപടങ്ങൾ, അറ്റ്ലസ് ഭൂപടങ്ങൾ. ആറ്, ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, പാലക്കാട്, ഇടുക്കി, കൊല്ലം. ഏഴ്, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം. എട്ട്, ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന രീതിയിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി, ശ്രേണി രീതി. ഒൻപത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന, ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. മൂന്നാമത്തേത്, മിലൈറ്റൈസി എന്ന സ്ഥലത്താണ് അനക്സിമാൻഡർ ജനിച്ചത്. നാലാമത്തെ പ്രസ്താവന, ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ നിർമ്മിച്ചത് തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ്. അപ്പൊ ഈ 4 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 3 മാത്രം, 4 മാത്രം, 1ഉം 2ഉം 1 മാത്രം. പത്ത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. 2, ഡിഗ്രി അളവിലാണ് അക്ഷാംശ രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3, ഗ്ലോബിലും ഭൂപടങ്ങളിലും നെടുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. 4, 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. അപ്പൊ ശരിയായവ ഓപ്ഷൻ നോക്കുക, ഉത്തരത്തിലേക്ക് എത്തുക. 11, ശരിയായ ജോഡി കണ്ടെത്തുക. ചെറിയ തോത് ഭൂപടം ചുമർ ഭൂപടം, വലിയ തോത് ഭൂപടം അറ്റ്ലസ് ഭൂപടം, ചെറിയ തോത് ഭൂപടം ധരാതലീയ ഭൂപടം, ചെറിയ തോത് ഭൂപടം കഡസ്ട്രൽ ഭൂപടം. 12,
The high price surprised him. The underlined word belongs to which parts of speech? Adjective, adverb, noun, pronoun. പതിമൂന്ന്. My grandmother is the dash member of my family. Taller, old, older, oldest. 14. He has dash friends in Chennai. The few, a little, few, little. 15. Do you have dash questions on this topic? Many, so, some, any. 16. .ogg എന്ത് തരം ഫയലാണ്? ശബ്ദം, ഇമേജ്, വേർഡ്, മൂവി. 17. ചുവടെ തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഗൂഗിൾ, യാഹൂ, വെബ് ക്രോളർ, ഒപ്പേറ. 18. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണം കണ്ടെത്തുക. ലിബർ ഓഫീസ് റൈറ്റർ, കാലിഗ്രാ സ്റ്റേജ്, ടർട്ടിൽ ആർട്ട്, ഒഡാസിറ്റി. 19. താഴെ പറയുന്നവയിൽ നിന്നും മിശ്രിതങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക. സോഡ, അലുമിനിയം, ഓക്സിജൻ, അപ്പക്കാരം. 20. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥത്തെ ശുദ്ധപദാർത്ഥം എന്ന് വിളിക്കുന്നു. തുരിശ് ഒരു മിശ്രിതമാണ്. പഞ്ചസാര ലായനി ഒരു മിശ്രിതമാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി എന്നാ ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ ഘടകമാണ്. ഉരു, യാനം, യാനപാത്രം ഇതെല്ലാം കപ്പലിന്റെ പര്യായ പദങ്ങളാണ്. ഘടകം എന്നാൽ വള എന്നാണ് അർത്ഥം. വള. 2. ചുവടെ തന്നിരിക്കുന്നതിൽ അടയാളം എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്തുക. അഭിജ്ഞാനമാണ് അടയാളം. അഭിജ്ഞാനം. എ. കരരുഹം എന്ന് വെച്ചാൽ എന്തുവാ? കരരുഹം എന്നാൽ നഖം എന്നാണ് അർത്ഥം. പുനർഭവം എന്നാൽ നഖം എന്നാണ് അർത്ഥം. വലയം എന്നാൽ വള എന്നാണ് അർത്ഥം. 3. ചുവടെ തന്നിരിക്കുന്നതിൽ സംശയം എന്ന അർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. ഈശലാണ്. ഓപ്ഷൻ ഡി, ഈശൽ. 4. രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏതാണെന്ന് കണ്ടെത്തുക. ബന്ധമില്ലാത്തത് സി ആണ്, ഗ്രാൻഡ് ഇല്യൂഷൻ. ഇത് ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഗ്രാൻഡ് ഇല്യൂഷൻ. 5. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏതാണെന്ന് കണ്ടെത്തുക. എ. കഡസ്ട്രൽ ഭൂപടം. കഡസ്ട്രൽ ഭൂപടങ്ങൾ. 6. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. ബി. 7. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇതില് ഡി ആണ് ഒറ്റയാൻ. ഭൂവിനിയോഗ ഭൂപടം സാംസ്കാരിക ഭൂപടമാണ്. ബാക്കി ജ്യോതിശാസ്ത്രം, ദിനാവസ്ഥ, ഭൂപ്രകൃതി ഇതെല്ലാം ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 8. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന രീതിയിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഡി ആണ്, ശ്രേണി രീതി. 9. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് 4ാമത്തെ പ്രസ്താവനയാണ്. അതായത് ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് മെസപ്പട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലും എന്നാണ്. അപ്പൊ അതാണ് തെറ്റിപ്പോയത്. ബി ആണ് ഉത്തരം. 4 മാത്രം. 10.
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇതില് ശരിയായിട്ടുള്ളത് 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. അപ്പൊ 2ഉം 3ഉം 4ഉമാണ് ശരി. ബി ആണ് ഉത്തരം. ഇവിടെ ആദ്യത്തെ എന്തുകൊണ്ടാ തെറ്റിപ്പോയെ? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി പാരലായിട്ട് വരയ്ക്കുന്ന വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ അക്ഷാംശ രേഖകളാണ്. ഓക്കെ, ഇവിടെ രേഖാംശം എന്നാ തന്നേക്കുന്നത്, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. 11. ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ള ജോഡി എ ആണ്. ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് ചുമർ ഭൂപടം. ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം. ഇവിടെ വലിയ തോത് എന്നാ തന്നേക്കുന്നത്, അതുകൊണ്ട് തെറ്റാണ്. പിന്നെ ധരാതലീയ ഭൂപടവും കഡസ്ട്രൽ ഭൂപടവും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ ചെറിയ തോത് എന്നല്ലേ തന്നേക്കുന്നത്, അത് രണ്ടും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ആദ്യത്തെ ഓപ്ഷൻ മാത്രമാണ്. അടുത്ത ചോദ്യം 12. ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ഇവിടെ ഹൈ എന്ന് പറയുന്നത് എന്ത് പാർട്സ് ഓഫ് സ്പീച്ചാ? പ്രൈസ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നതാണ് ഹൈ. നാമവിശേഷണമാണ്, അഡ്ജക്റ്റീവ് ആണ്. എ. 13. മൈ ഗ്രാൻഡ് മദർ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് മൈ ഫാമിലി. അതായത് ഒരു അംഗത്തിന്റെ പ്രായം പറയുകയാണെങ്കിൽ ഓൾഡർ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു ഫാമിലിയിലെ മൊത്തത്തിലെ കാര്യം ആയതുകൊണ്ട് ഓൾഡസ്റ്റ് ആണ് ഉത്തരം. 14. ഹി ഹാസ് ഡാഷ് ഫ്രണ്ട്സ് ഇൻ ചെന്നൈ. അവന് ചെന്നൈയിൽ ഫ്രണ്ട്സ് ഒന്നും തന്നെ ഇല്ല എന്ന അർത്ഥത്തിലാണ്. ഫ്യൂ ആണ് ഉത്തരം. ഹി ഹാസ് ഫ്യൂ ഫ്രണ്ട്സ്, നെഗറ്റീവ് സെൻസിലുള്ളതാണ്. അടുത്തത്, ഡു യു ഹാവ് ഡാഷ് ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് ടോപ്പിക്. ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനി ആണ് ചേർക്കാനുള്ളത്. നെഗറ്റീവ് സെന്റൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനോ ഒക്കെ ആണെങ്കിൽ എനി ആണ് ഇവിടെ ചേർക്കാനുള്ളത്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് ടോപ്പിക്? ഓക്കെ. 16. .ogg എന്ത് തരം ഫയലാണ്? .ogg എന്നത് ശബ്ദ ഫയലാണ്, സൗണ്ട് ഫയലാണ്. 17. ചുവടെ തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഒപ്പേറ വെബ് ബ്രൗസർ ആണ്. 18. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണം കണ്ടെത്തുക. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ കാലിഗ്രാ സ്റ്റേജ് ആണ്, കാലിഗ്രാ സ്റ്റേജ്. 19. താഴെ പറയുന്നവയിൽ നിന്നും മിശ്രിതങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക. ഇവിടെ മിക്സ്ചർ സോഡയാണ്. സോഡ ഏതിന്റെയൊക്കെ മിശ്രിതമാണ്? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ മിക്സ് ചെയ്യും. കാർബോണിക് ആസിഡ് ആണ് സോഡ. ഓക്കെ. 20. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥത്തെ ശുദ്ധപദാർത്ഥം എന്ന് വിളിക്കുന്നു. ശരിയാണ്. തുരിശ് ഒരു മിശ്രിതമാണ്. തെറ്റാണ്. തുരിശൊരു ശുദ്ധപദാർത്ഥമാണ്. പഞ്ചസാര ലായനി ഒരു മിശ്രിതമാണ്. ശരിയാണ്. അപ്പോൾ ആദ്യത്തെ 3 പ്രസ്താവന 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഡി ആണ് ഉത്തരം. 1ഉം 3ഉം മാത്രം. ഓക്കെ. അപ്പോൾ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എത്ര മാർക്ക് കിട്ടിയെന്ന് നിർബന്ധമായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇടുന്ന പരീക്ഷകളിൽ നമ്മൾ കൂടുതലും റിവിഷൻ എക്സാം എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലൂടെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷ എല്ലാവരും നിർബന്ധമായിട്ട് എഴുതണം. നിങ്ങൾ കുറച്ച് പേരിങ്ങനെ എഴുതാതാവുമ്പോഴാണ് ഞാൻ ടെലഗ്രാമിൽ വന്ന് പറയുന്നത് പരീക്ഷ നിർബന്ധമാണ്, എഴുതണം എന്നുള്ളത്. അല്ലാതെ പരീക്ഷ എഴുതുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ചുമ്മാ പോർഷൻ മാത്രം തരാം, വേണമെങ്കിൽ അങ്ങനെയും തരാം. അല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിന് റിസൾട്ട് ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് എക്സാമും കൂടി ഇട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ എഴുതുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവരോടും ഒന്ന് പറയുക. ഇപ്പോൾ കുറേ പേർക്കൊന്നും അറിയത്തില്ല നമ്മുടെ ചാനലിനെ പറ്റി. എല്ലാവരോടും ഒന്ന് പറയുക, ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്